എനിക്ക് ഒരു മകളുണ്ട്, എനിക്ക് സഹോദരിയുണ്ട്, എനിക്ക് ഉമ്മയുണ്ട്, സമൂഹമുണ്ട്. അപ്പോൾ അവരെ ഇനി ഒരു പീഡനത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ്. എൻ്റെ ഭർത്താവ് ആദ്യം തന്നെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും, പരാതി. ഞാൻ പറഞ്ഞു ഇനി ഒരാൾക്ക് ഇത് എനിക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചാൽ അത് തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ ഇനി ഒരാൾക്ക് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പരാതി കൊടുക്കുക തന്നെ വേണം, അത് പുറം ലോകം അറിയുക തന്നെ വേണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അയാൾ ആ ഹോസ്പിറ്റലിൽ വരുന്നത്. ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത്, അയാളുടെ കൂടെ ജോലി ചെയ്ത ആളുകളെ, സ്ത്രീകളെ തോളിൽ കൈയിട്ട് വിലസി നടക്കുന്നു. അപ്പം അതിൽ ഞാൻ പരാതി കൊടുത്തു. ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്നെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞാൽ ഇനി അവർ വരില്ല, ഇത്തരം ഒരു പ്രതി അങ്ങനെ വരാൻ പാടില്ല, ഞാൻ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. അന്ന് വാക്ക് തന്നതാണ് ആരോഗ്യമന്ത്രി. ആ വാക്ക് എവിടെ ആരോഗ്യമന്ത്രി പാലിച്ചത്? നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മരിക്കുകയാണെങ്കിൽ പോലെ വാക്ക് പാലിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. ഒരു പ്രതിയെ സംരക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഉണ്ടായ അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ പ്രതികളെ ശിക്ഷിക്കണം. എനിക്കുണ്ടായ വേദന പുറം ലോകം അറിഞ്ഞു. അത് എങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നതല്ല, അനുഭവിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്ര മറ്റു കേൾക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അവരെൻ്റെ കൂടെ ഉണ്ടാവണം. അത് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ ചെറിയ കുട്ടികൾ വരെ ചോദിക്കും, നിങ്ങൾ എന്നും എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സത്യം ഞാൻ അവരോട് എന്ത് മറുപടി? അവർക്ക് വിവരമില്ലാത്ത കുട്ടികളാണ്. അവരോട് ഞാൻ ഒരു പീഡനത്തിന് ഇരയായി എന്ന് പറയാൻ പറ്റുമോ? മീഡിയയിൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ചോദിക്കും, നിങ്ങളെ സൗണ്ടാണല്ലോ, പക്ഷെ നിങ്ങളെ മുഖം എന്താ കാണിക്കുക? എൻ്റെ ചെറിയ മോൻ ഇന്നലെയും ചോദിച്ചു, നിങ്ങളെ മുഖം എന്താ അമ്മ കാണിക്കാത്തത്? മറ്റുള്ള എല്ലാവരും മുഖം കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? വിശദീകരിച്ച് കൊടുക്കാൻ കഴിയുമോ? മറ്റൊരാളെ മുന്നിൽ നമ്മൾ എങ്ങനെ വിശദീകരിക്കും ഇത് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന്? നമ്മൾ ഈ ഒരു പീഡനത്തിന് ഇരയായ ആൾ സത്യം പറയാം സങ്കടം തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു വക്കീലിൻ്റെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വക്കീലിനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, അയാൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അപ്പോൾ നമ്മൾ മനസ്സിലുള്ളൊരു വേദന എന്താ? ഒരു സ്ത്രീ എന്ന നിലയിൽ ആരോഗ്യമന്ത്രിക്ക് ആ വേദന മനസ്സിലാവോ? അവരും ഒരു അമ്മയല്ലേ, ഒരു സഹോദരിയല്ലേ, അതിലുപരി സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ലേ. അപ്പോൾ ഇവരെ ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ പ്രതിയെ. ഇനിയും നിങ്ങൾ പീഡിപ്പിച്ച്, അയാളിപ്പോഴും വീമ്പളക്കി പറയുന്നതാണ്, ഞാൻ ഇനിയും പീഡിപ്പിക്കും, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ NGO യൂണിയനാണ്. അവർ ഇനിയും NGO യൂണിയൻകാരെന്ത് ചെയ്യും? പീഡിപ്പിക്കാൻ അവിടെ ICUലേക്ക് ആളെ ഇട്ടുകൊടുക്കും, സ്ത്രീകളെ വിട്ടുകൊടുക്കും. ഈ മയങ്ങി കിടക്കുമ്പോൾ നമ്മൾ വീട്ടുകാരെന്താണ് അവർക്ക് കൊടുക്കുന്നത്? ആ ICUലേക്ക് ഏൽപ്പിക്കുന്നത് എന്താണ്? അവർ സേഫാക്കി നോക്കുന്നുള്ള കരുതലോട്ടാണ് അല്ലേ? ഒരൊറ്റ ബന്ധുക്കളായതിനുള്ളിലേക്ക് കയറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചോളാം, നിങ്ങളെ രോഗിക്ക് ഒന്നും വരുത്തില്ല, നമ്മൾ അവരുടെ ജീവൻ ഒരു ആപത്തും ഉണ്ടാവില്ല, ആ വിശ്വാസത്തിലാണ് പുറമെ നിൽക്കുന്നത്. എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട് എൻ്റെ ഭർത്താവും എൻ്റെ സഹോദരിയും. പക്ഷെ എനിക്കിന്ന് സംസാരിക്കാൻ കഴിയുന്ന, ഒച്ചെടുക്കാൻ കഴിയുമോ? ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് അയാൾ എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ പൊക്കാൻ നോക്കി, ഒന്ന് തടയാൻ വേണ്ടിയിട്ട്. എൻ്റെ 2 കണ്ണിൽ നിന്ന് വെള്ളം വന്നതല്ലാണ്ട് ഒന്നും കാല് പോലും എനിക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു രസം, ഒരു കഥ കേൾക്കുന്ന പോലെ. പക്ഷെ അനുഭവിക്കുന്നു ഇപ്പോൾ ഈ 1 വർഷമായിട്ട് ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അത്രയും നീചമായിട്ട് ഒരു ശവത്തിന് ഉപയോഗിക്കുന്ന പോലെ അയാൾ എന്നെ ഉപയോഗിച്ചിട്ട് അതിലൊന്ന് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അതിൽ എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ സങ്കടം മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ഓർക്കുമ്പോൾ സങ്കടം തന്നെയാണ്. എൻ്റെ ഫാമിലി മൊത്തം എനിക്ക് സപ്പോർട്ടാണ്. പക്ഷെ അയാൾ നിയമത്തിന് മുന്നേ കൊണ്ടുവരിക. ഈ പ്രീതി ഡോക്ടർ അതൊരു സ്ത്രീയാണ്. ഈ ആരോഗ്യമന്ത്രിയെ പറഞ്ഞതിൻ്റെ ഇരട്ടിയാണ്. അവർ ഈ മുറിവുകളും പാടുകളും കണ്ടിട്ട് പോലും അവർ ചോദിക്കുകയാണ്. ആ ഹെഡ് നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ഹെഡ് നേഴ്സ് ചോദിച്ചു, ഇങ്ങനെ മുറിവുകൾ ഉണ്ടല്ലോ, ബ്ലീഡിങ് ഉണ്ടല്ലോ ചോദിച്ചു. അപ്പോൾ എന്നെ വെച്ച് പീരീഡ്സ്, സ്ത്രീകളാണല്ലോ, പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, പീരീഡ്സിൻ്റെ സമയമൊന്നുമില്ല, ആ സമയത്ത് സർജറി ചെയ്യാറില്ലല്ലോ. അപ്പം ആ ഡോക്ടർ ചോദിച്ച ചോദ്യമാണ്, സിസ്റ്ററിനോട് പറഞ്ഞതാണ്, അവർ ഭർത്താവ് കൂടെ ഉള്ളതല്ലേ, ഭർത്താവ് ചെയ്തപ്പോൾ മുറിഞ്ഞതായിരിക്കാം, ഭർത്താവിൻ്റെ നഖം കൊണ്ടതായിരിക്കാം, അതിലെന്ത് പരിഹാസമാണുള്ളത്? അവരെന്നെ പരിഹസിക്കല്ലേ? ഞാൻ ആ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുകയാണോ? ഞാൻ പച്ചയായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരാളെ പോലും പച്ചയായിട്ട് ഇങ്ങനെ മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയണം. അപ്പോൾ അവരെന്താണ് ഇത്രയും പഠിപ്പുള്ള ഒരു ഡോക്ടറാവാൻ എത്ര പഠിക്കണം എന്നുള്ളത് അറിയാലോ, അത്രയും പഠിപ്പുള്ള ചെറുപ്പക്കാരിയാണ്, പ്രായമുള്ള ഒരാൾ പോലും അല്ല. ആ ചെറുപ്പക്കാരിയായ ഡോക്ടർ ഇത്തരം മറുപടി പറയുമ്പോൾ
എന്താണ് ആ സ്പോട്ടിൽ നമ്മളായിട്ട് തീർന്നു പോയാൽ കഴിച്ചില്ല എന്ന് വിചാരിക്കും. വേറെ ഡോക്ടേഴ്സ് വന്നു, സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമ്മളൊരു കളിയാക്കിയും കൊണ്ട്. അപ്പോൾ ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യണം? അല്ല, ഇത്തരം ഇങ്ങനെ പീഡനമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്നതാണ് ആത്മഹത്യ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനതിന് അയാളെ പീഡിപ്പിച്ചതല്ലല്ലോ, അയാൾ എന്നെ ഉപയോഗിച്ചു, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു വിഷമമുണ്ട്, പക്ഷെ അത് അയാളെ എനിക്ക് ശിക്ഷിക്കാനുള്ള ഒരു അവസരം എൻ്റെ കൈകൊണ്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള. അല്ലാണ്ട് ഇതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാനോ എൻ്റെ ജീവനെ ഒരു ഇത് വരുത്താനോ ഞാൻ തയ്യാറല്ല. അല്ലെ നിങ്ങൾ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഉറക്ക് കുറവ് എന്താണ്, ഏതൊരാൾക്കും പേടിയുണ്ടാവും. ഇങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു പെട്ടെന്ന് നമ്മളെ ഉള്ളിൽ ഒരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ആരായാലും, നിങ്ങൾ ആണുങ്ങളായാലും ഉണ്ടാവും പെട്ടെന്നൊരു പേടി. ഇരുടത്ത് വന്ന ഒരാൾ പെട്ടെന്ന് ഞെട്ടിക്കുമ്പോൾ പേടി ഉണ്ടാവില്ലേ? ആ പേടി അതേ ഉള്ളൂ, അത് 2 ദിവസം കഴിയുമ്പോൾ അത് മാറും. അല്ലാണ്ട് അതിൻ്റെ പേരിൽ ഇപ്പം പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുപോലെ ഞാൻ ചെയ്യാനുള്ള ആളല്ല. കാരണം എനിക്ക് ധൈര്യമുള്ള ആളാണ്. അപ്പോഴും ഈ സുമതി മേമൊക്കെ ഉണ്ടായിരുന്നു കൂടെ, അവരാണ് കൊണ്ടുവന്നത്. സുമതി മേമ പറഞ്ഞത് എന്താണ്, മോളെ ഇതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കും, ആ മരുന്നിൻ്റെ ഒരു അനസ്തേഷ്യ തരുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ആ മരുന്നിൻ്റെ മയക്കതാണ് തോന്നിയതല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു തോന്നൽ ഇപ്പം നമുക്ക് തോന്നണമെങ്കിൽ വേറെ ആരെങ്കിലും പീഡിപ്പിച്ചെന്ന് തോന്നില്ലേ? ഇയാളെ രൂപം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടോ? ഇയാളിനെ പീഡിപ്പിച്ചെന്ന് തോന്നാൻ നമുക്ക് പലരും പീഡിപ്പിച്ചെന്ന് തോന്നില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ തോന്നലാണെങ്കിൽ വേറെ എന്തൊക്കെ തോന്നാം, ഇങ്ങനെ തന്നെ തോന്നാനില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പീഡനം നടന്നിട്ടേ ഇല്ല എന്നുള്ള വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. അപ്പം അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചതും അവർക്കെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എപ്പോഴും ആവശ്യപ്പെടുന്നത്. പക്ഷെ അതിലൊരു തീരുമാനം ഇതുവരെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് ഞാൻ കത്തയച്ച് അവർ റിപ്ലൈ പോലും അവർ തരുന്നില്ല. അപ്പോൾ അവരൊക്കെ എന്താണ് ജനങ്ങളെ സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്? എന്ത് സംരക്ഷണമാണ് അവർ തരുന്നത്?